ഇപ്പൊ ഗണേഷ് കുമാറിന് ഉണ്ടായ വിഷയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു ഇന്നലെ കൊടുത്തിരുന്നത്. കണ്ടിരുന്നു. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോ കേരളത്തില് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മള് ഗോവിന്ദചാമിയുടെ അടുത്ത് പോയിട്ടാണോ അഭിപ്രായം ചോദിക്കുക? അല്ലല്ലോ. അതായത് ഗണേഷ് കുമാറിന്റെ വീട്ടില് അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ ആ വിഷയത്തിൽ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ നേരെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തോട്ടാണ്. ശരി, രാഹുൽ മാങ്കൂട്ടൻ ചോദിക്കണമായിരുന്നു, എന്തിനാണ് നിങ്ങൾ എന്റെ അടുത്തോട്ട് വന്നത്? എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരണം പറയാൻ ഒരു അർഹതയും ഇല്ലാത്ത ആളാണ്. കാരണം കഴിഞ്ഞ മാസം എന്താണ് ഇതുപോലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ വന്നപ്പോ അണ്ണാക്കിൽ പിരിവിട്ടിയ പോലെ പുള്ളി ചായം കുടിച്ച് വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് ഒന്നും കിട്ടിയില്ല. അതേ മാധ്യമപ്രവർത്തകർ ചോദിക്കണമായിരുന്നു, ഇപ്പോ എവിടെ നിന്ന് കിട്ടി ഈ ശുഷ്കാന്തി എന്ന്? ഗണേഷ് കുമാറിന്റെ ഒരു വിഷയം വന്നപ്പോ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള ശുഷ്കാന്തി അന്ന് കണ്ടില്ലല്ലോ. ഇപ്പൊ എവിടെ നിന്നാണ് പുതുതായിട്ട് ഇങ്ങനെ ഒരു ശുഷ്കാന്തി വന്നത്? അപ്പൊ മറ്റുള്ളവൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സ്വന്തം കാര്യം വരുമ്പോ മിണ്ടാട്ടം മുട്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോലും യോഗ്യനല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിപ്രായം ശരിക്കും ഭയങ്കരമായിട്ടുള്ള കോമഡിയാണ്. കാരണം നമുക്ക് അത് കണ്ടപ്പോ ചിരിയാണ് വന്നത്. അല്ലാണ്ട് കുറെ മൂട് താങ്ങികളായിട്ടുള്ള കുറെ പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് അത് അപമാനമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടിന് ഓരോ അഭിപ്രായം പറയുന്നതോറും കോൺഗ്രസ് പാർട്ടിയെ രാഹുൽ മാങ്കൂട്ടം നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ പെൺ വിഷയത്തിലെങ്കിലും പുള്ളിയുടെ അഭിപ്രായം പറിച്ചിട്ട് നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം.